ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്ന ട്രെയിൻ കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലോ ഒരു പ്ലാറ്റ്ഫോമിലോ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. ഇതെന്തായാലും കിടക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലോ അല്ല, ഒരു പ്ലാറ്റ്ഫോമിലോ അല്ല. ഇത് കിടക്കുന്നത് ഒരു കപ്പലിനകത്താണ്. ഇറ്റലിയിലെ സിച്ചിലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിനുകളാണ് ഈ കപ്പലിൽ കിടക്കുന്നത്. വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ഒരിക്കലും കാണാനായിട്ടിടയുള്ള ഒരു കാഴ്ചയല്ല ഇത്. നമുക്കിതിൽ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ അപ്പർ ഡെക്കിലേക്ക് പോകാം. അപ്പർ ഡെക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള കടലിൻ്റെ സീനറികൾ കാണാം. നമുക്ക് നേരെ അങ്ങോട്ട് നടന്നു നോക്കാം. ഇറ്റലി റോമിൽ നിന്ന് ഏകദേശം 8-9 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് സിച്ചിലിയ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് സിച്ചിലിയ. അടിപൊളി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. വിദേശികൾ ഇഷ്ടം പോലെ വരുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ഫുഡുകളും പിസയും ഒക്കെ നല്ല ഫേമസ് ആണ്. പിന്നെ ഒരിക്കലെങ്കിലും നിങ്ങൾ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ സിച്ചിലിയ എന്ന് പറയുന്ന സ്ഥലം ഒന്ന് സന്ദർശിക്കണം. ഈ കപ്പൽ യാത്ര നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും തരുന്നത്. മുകളിലേക്ക് കയറി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വിശാലതയും ആ ഒരു കാഴ്ചയുടെ ഭംഗിയൊക്കെ നമുക്ക് വിശാലമായിട്ട് കാണാവുന്നത്. ഇഷ്ടംപോലെ എത്ര പേർക്ക് വന്നാലും കയറിയിരിക്കാനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കപ്പലാണല്ലോ, പിന്നെ അത് പറയുന്നത് ക്ലീശ ആയിരിക്കും. ഓക്കെ, നമുക്ക് നേരെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു സീനറിയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് കടലിൻ്റെ നീല കളർ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഒരു അടിപൊളി അനുഭവമാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ യൂറോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ സിച്ചിലിയ എന്ന് പറയുന്ന സ്ഥലം സന്ദർശിക്കണം. നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. ഒരു അടിപൊളി അനുഭവം. കപ്പലിൻ്റെ താഴെ ഭാഗത്താണ് ട്രെയിൻ കിടക്കുന്നത്. നേരേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും താഴത്തേക്ക്. ഇത്രയും നീളമുള്ളൊരു ട്രെയിൻ കപ്പലിൽ കയറുമോ എന്നൊക്കെ ആദ്യം എനിക്കൊരു അതിശയം ഉണ്ടായിരുന്നു. ഇത് കയറി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അതിശയം മാറി കിട്ടിയത്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു.